ഞാൻ പെട്രോൾ അടിച്ചോളും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് നമ്മുടെ അലോയ് അയച്ച് മറ്റേ ബെൻഡ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് പോകുന്നത്. ഇന്നലെ നമ്മളവിടെ പോയിട്ട് നമുക്ക് അവിടെ ടൈമില്ല, കുറച്ച് ടൂൾസില്ല, അതുകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പം അത് പോയി ശരിയാക്കിയിട്ട് വരാം. ഞങ്ങൾ തന്നെയാണ് ഈ ടയർ ഇളക്കാനുള്ള പ്ലാൻ. നടക്കുമോ എന്തോ നോക്കാം. ഓക്കെ, അതാ ഞങ്ങളിപ്പോൾ ഇളക്കാൻ തുടങ്ങുകയാണ്. ആദ്യം പെടൊക്കെ എടുത്ത് നൂത്ത് വെച്ചാലേ പറ്റത്തത്. ചോട്ടിക്കോ എവിടെ? ഏത് ഇത് ഞാൻ വെച്ചേരാം ഇങ്ങോട്ടാ. ഇല്ലല്ലോ, അതങ്ങ് പോയി. എനിക്കൊക്കെ വെയിറ്റ് ചെയ്യ്. ഇങ്ങനെയല്ലേ, വെയിറ്റ് ചെയ്ത് ഇതിപ്പം സെറ്റായില്ലേ? അത് പിടിച്ചിട്ട് അവിടെ അതല്ലേ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പിടിക്കാതെ ഞങ്ങൾ അവിടെ സെറ്റ്. അപ്പോൾ ഗൈസ്, ഈ അലോയാണ് നമുക്ക് ബെൻഡ് മാറ്റേണ്ടത്. ഇത് അടിച്ച് എങ്ങനെ നോക്കുമെന്ന് എനിക്കറിഞ്ഞൂടാത്ത. അവർ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അടിച്ച് നോക്കുമ്പോൾ ഒടിഞ്ഞ് കൈ ഇരിക്കായിരുന്നു മതിയായിരുന്നു. വേണ്ട, ആവശ്യമില്ല. ഗ്യാസ് വെള്ളിങ് കൊണ്ടാണ് ഞാൻ തന്നേനായിരുന്നു, നോക്കിക്കോളാൻ പറഞ്ഞു. ഒടിഞ്ഞ് കൈ. ക്ലാമ്പാ? 2 സ്റ്റാപ്ലർ എടുത്ത് അടിക്കാം. കുഴപ്പമില്ല, അതങ്ങനെ വെച്ചാൽ മതി തോന്നുന്നു. അഴിക്കുമ്പോൾ ഇരുന്നോളൂന്ന് തോന്നുന്നത്. എന്നാ തിരിക്കത്തില്ലേ? പ്ലൈവുഡ് വല്ലതും ഉണ്ടോ? അപ്പം നമുക്ക് ഫ്രണ്ട് ഊരാൻ വേണ്ടി ഈ സ്റ്റെപ്പിനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഊരാനാണ്. അപ്പോൾ ആ സ്റ്റെപ്പിനകത്ത് വണ്ടി നിന്നോളും. അങ്ങനെ വെച്ചാണുള്ള പ്ലാൻ. ഈ തേങ്ങ ഞാൻ എവിടെ വെക്കും? ഇത് ഈ വണ്ടിയുടെ മെക്കാനിക്കാണ് അല്ലേ? ഈ വണ്ടി മെക്കാനിക്കൽ പരമായി പണിയെടുത്ത ഒരു വ്യക്തിയാണ് ഇത്. ഇളക്കി പണിയാൻ ഞങ്ങൾ വിദഗ്ധരാണ് ഇതിനകത്ത്. അതാ, നമ്മളാദ്യം ബാക്ക് ടെയിൽ ഡാഡി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. അത് അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരനാണ് ചെയ്തത്. സത്യം പറഞ്ഞത് എങ്ങനെ ഊരണം, എങ്ങനെ തിരിച്ച് പിടിക്കണം ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. നമ്മൾ ജസ്റ്റ് ട്രൈ നടത്തുകയാണ്. നന്ദി ഊരി ടയർ നമ്മളങ്ങനെ ഊരിയെടുത്ത്. ഇനി ഇതിൻ്റെ ഡിസ്കും എല്ലാം ഊരി നമ്മളിവിടെ മാറ്റി വെച്ചിട്ട് ബാക്ക് അലോയ് ഊരിയാലോ എന്നൊരു ചിന്തയുണ്ട്. അത് ഊരെന്ന് വെച്ച് ചടങ്ങ് കേസായത്. ബാക്ക് ഊരിന്ന് വെച്ച് ചടങ്ങാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇരിക്കുമല്ലേ. ഏതാ മറ്റേ ചെയിൻ പോക്കറ്റും അതും ഇതും എല്ലാം ഇരിക്കുമല്ലേ. ചെയിൻ പോക്കറ്റും അതും എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പക്ഷേ അതും കൂടെ ഊരിയതാണ്. ഈ ബെൻഡ് കൂടെ മാറ്റാനായിരുന്നു. ഇതും കൂടെ അടിച്ച് നോക്കാൻ പറ്റുമായിരുന്നു. വലിയ ബെൻഡ് ഇല്ല, പക്ഷേ അത് ഊരിയാലാ എവിടെ കണ്ടു? കവറോ പേപ്പറോ തന്നെ കാണാൻ വേണ്ടി വെച്ചാൽ
ഇതൊന്നും ഊരി തീറിട്ട് അതിൻ്റെ ഇളക്കാം. എവിടെ വെക്കാന്? മറ്റേ സ്ക്രൂ ഒക്കെയാ എത്ര ഉണ്ട്? 2, 4, 6 അല്ലേ മറ്റേ സ്ക്രൂ? അതുകൊണ്ടാണ് അതുണ്ട്. മറ്റേ താഴെ കിടപ്പുണ്ട്, അത് വലുതല്ലേ അതൊക്കെയാണ്. ഓ ഡിസ്ക് വണ്ടിയുടെ ABS സെൻസറേ. ABS സെൻസർ ഒരു ടയർ ഊരി സ്വസ്ഥമായിട്ട്. മറ്റേ സാധനം ഉണ്ടെങ്കിൽ കുറ്റി ഊരാൻ മതി. കുറ്റിയില്ല ഈ കുറ്റി ഊരി കാറ്റാണെന്നല്ലേ? വേണ്ട അതവിടെ കിടക്കട്ടെ. വേണ്ടെന്ന് കുറ്റി ഊരി കാറ്റ് കളയാൻ. ആ കുറ്റി അങ്ങ് പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ വരത്തില്ല. ഒരു ഇതുണ്ടാ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ച് ചുറ്റുവല്ല ചടിച്ചാലേ വരുന്നുള്ളൂ. അവിടെ അവരെങ്ങനെ ചെയ്തോണ്ടിരുന്നത്? അതൊന്നും ഒരു ചുറ്റിലും ചുറ്റുവലിലായിരിക്കുന്നു. കുറച്ചുകൂടെ ഉണ്ടല്ലോ അടിച്ചകത്ത് കയറ്റാൻ ഇല്ലേ? അല്ല അവിടെ എന്നാലല്ലേ സ്ക്രൂ ഡ്രൈവർ വെക്കാൻ പറ്റും. ഊരി ഇത് മണ്ടലോട്ട് പൊക്കി എടുക്കണം. പക്ഷെ ഈ സാധനം വെക്കാൻ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാ. ഇത് ഇവിടെ ഒരു ലോക്കുണ്ട്. ഇവിടെ ഇതാ ഇത് ഈ സാധനം ഊരി എടുക്കണം. ഇത് ഊരി എടുക്കണോ? അത് മോളി പൊക്കി വെക്കണോ? ഊരി എടുക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ടാണോ ഊരണം? പൊടിയുടെ ആവശ്യം അതൊന്നെടുത്തേ. ഈ സാധനം ചെയ്യാൻ നമ്മൾ എത്രയുടെ ആവശ്യം? 300 രൂപ. അതും തരട്ടോ. അതൊന്ന് പേടിക്കാം. അതെല്ലാം മാറ്റിക്കോ. ഡാമ്പറല്ല ഇനി ഉണ്ടല്ലോടാ. ഇതിനകത്തിട്ടുന്ന സാധനം അപ്പുറത്തെ സൈഡിൽ. അത് ഇതിനകത്ത് കിടക്കത്തില്ല. ഇതിനകത്തല്ലായിരുന്നു അതിലുണ്ട്. അല്ല ഇവിടെ എന്താന്ന് ഇത് ഈ സൈഡ് ഓക്കെ ഇടാനാണെങ്കിൽ കുഴപ്പമില്ല. അതാരേനെ പിന്നെ ഊരണ്ടേ? അല്ലേ മാത്രം നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അല്ലേ ടയറും സ്ക്രൂ ഡ്രൈവറോ ഇതിന്റെ ഊരാൻ പറ്റത്തില്ല. ഇതിന്റെ പിരി പോയിരിക്കുക. ഡിസ്കിന്റെ നമ്മളന്ന് റെഡിയാക്കിയതാടാ. ഡിസ്കിന്റെ പിരി ഇല്ല. പിന്നെ അവരങ്ങനെ അന്ന് ടൈറ്റ് ചെയ്ത് തന്നത് നമുക്ക്. ഇതൊന്ന് ടൈറ്റ് ചെയ്തതിന്റെ പിരി പോയി. നോക്കാം നമുക്ക്. കേടത്തില്ല കണ്ട പിരി ഇല്ലേ? ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയാലേ? അങ്ങനെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് പറയാം എന്നാ ഇതൊന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അത് കുഴപ്പമില്ല. അവര് ശരിയാക്കി തരും. ടയറ് മാത്രം ഊരി കൊടുത്താൽ മതി തോന്നുന്നു. ശരി. ഇപ്പൊ ഗൈസ് നമ്മൾ ടയറെല്ലാം ഊരി. ഇനിയിപ്പം വണ്ടി കൊണ്ട് വണ്ടിയല്ല ടയർ എടുത്തുകൊണ്ട് കൊല്ലത്തോട്ട് പോവുക. കൊല്ലത്ത് പോയി നമുക്ക് ടയറ് ഗ്യാസ് വെൽഡ് ചെയ്ത് അത് ശരിയാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ചെയ്തു തരാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും ഇപ്പം വണ്ടി എടുത്തിട്ട് ഇനി അങ്ങോട്ട് പോയി കാണിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ ശരി. കൊല്ലത്ത് ചിന്ന കട എടുത്തോ. നമ്മൾ അടുത്താണ് ഈ ടയറെല്ലാം കൂടെ ഇനി കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത ചടങ്ങ്. അയ്യോ ഏറ്റിച്ചേ. സെറ്റ്. എന്താണ് പറയാ? അടിക്കും ഞാൻ പെട്രോൾ അടിച്ചോളും. അടിക്കും. ഇന്നലെ അടിച്ചതാ പെട്രോൾ. അതിന്റെ എന്തോ പ്രശ്നം. വണ്ടി ഓഫ് ചെയ്യാൻ മറന്നു പോയതാ. പെട്രോൾ അടിക്കാനുള്ള പൈസയാണ് അവന്റെ കയ്യിൽ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അതാ പെട്രോൾ അടിക്കാനുള്ള പൈസ. പെട്രോൾ അടിക്കാനല്ലേ ഐഫോൺ എടുക്കാനുള്ള പൈസ ആയിരുന്നു.
ഇപ്പൊ കൈ ഇരിക്കുന്നത്. ഐഫോൺ കളഞ്ഞ കഥ പറയണ. ഐഫോൺ ഇല്ലാത്ത ഐഫോൺ EMI അടയ്ക്കുന്ന കഥ. അത് കഴിഞ്ഞു EMI ഒക്കെ കഴിഞ്ഞു. അത് പറഞ്ഞ കഥ സ്റ്റോറി ടൈം എവിടെ പോയിരുന്നു? ഏതോ ഒരു കള്ളന്റെ പോയി. ആഘോഷിന്റെ 14 Pro Max എവിടെ? എനിക്കറിഞ്ഞത് അത് എവിടെ പോയി ഞാൻ അങ്ങനെ പറയാനാ. അടിച്ചോണ്ട് പോയി. അത് എവിടെ പോയാ ഗേറ്റ് കൊടുത്ത് നടക്കുകയാണെങ്കിൽ ഇല്ലേ കൂടെ അങ്ങ് പോട്ടെ. കറങ്ങേണ്ട ആവശ്യമില്ല. അല്ല നമുക്ക് അലേക്കൂടെ എന്തായാലും അവിടെ ചെന്നാ കയറണ്ട. എവിടെ ചെന്ന് ബീച്ച് റോഡ് വഴി കയറി പോണ്ട. നമ്മള് ഇത് ചെയ്തില്ലടാ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര് ബെൻസിയറിന്റെ അടുത്ത് പോണം. ബിഷപ്പ് ബെൻസിയർ. അവിടെ നമ്മള് ബാറ്റ് പിടിക്കാൻ പറ്റില്ലേ ആ കട. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ടയർ പാലസ് എത്തി. ഇനി എത്തിയില്ല, എത്താൻ പോകുന്നു. ഇനി അവിടെ പോയി ടയർ ഊരണം. അതാണ് ആദ്യം നമുക്ക് അങ്ങോട്ട് പോയി നോക്കടാ. കട തുറന്ന് ഇങ്ങോട്ട് വളച്ചേ. അത് കട വളഞ്ഞിരിപ്പുണ്ടോ തുറന്നിരിപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ടയർ പാലസ് മഞ്ഞ ബിൽഡിംഗ് ആ മഞ്ഞ ബിൽഡിങ്ങിൽ അവിടെ ഒരു ഇടവഴിയുണ്ട്. ചായക്കടയുടെ അപ്പുറത്തെ ഇടവഴിയുണ്ട്. ആ കട തുറന്നിരിപ്പുണ്ടോ തുറന്നിരിക്കണേ. ഇവിടെ ഞാൻ ടയർ ഊരാൻ കൊടുക്കുന്നില്ലേ? വേറെ എവിടെ വേണമെങ്കിൽ കൊടുക്കും. ഇല്ലല്ല കുറച്ച് മുമ്പിലോട്ട് വിട്ട് ഈ വഴിയില്ല കുറച്ച് മുമ്പിലോട്ട് വിട്ട്. അതുകൊണ്ട് ഈ കാറിന്റെ ഫ്രണ്ടിലോട്ട് വിട്ട്. ആ തുറന്നു ചോദിക്കുന്നത് എന്തിനാ? അന്ന് നമ്മൾ വന്നല്ലേ ഇന്നലെ. ഇവിടെ ഞാൻ കൊടുക്കത്തില്ല. ഇവിടെ ഞാൻ ടയർ മാറത്തില്ല. 200 രൂപ പറഞ്ഞു. ശരി അല്ല ഇവിടെ വണ്ടിയിട്ട് എങ്ങനെ? ഇപ്പം ഞാൻ ടയറിൻ്റെ അകത്ത് ഇപ്പം സാധനം ഒരുക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാ ഞാൻ 150 അല്ലേ എടുത്തത്? 150 ആകുമ്പോൾ 3 സംതിങ്ങേ ഉള്ളൂ. അത് മാക്സിമം സൈസ് കൂടുമ്പോഴത്തേക്ക് നോർമൽ സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ TVS-ന്റെ ആണ് 9,000. ബാക്കി വരുന്നത് 18, 20, 22 ആ റേഞ്ച്. ഫ്രണ്ട് എത്ര വരും? 110. ഇതിന്റെ അത് തീർന്നില്ലേ? 110 മാക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2,500 ആ റേഞ്ച്. 2,500 ഇവിടെ ഉണ്ട്. സ്റ്റോക്ക് ഉണ്ടോ? പറ്റുമെങ്കിൽ അതും കൂടെ മാറാം. പിന്നെ 2 വട്ടം വീണ്ടും വന്ന് വലിയ ചൂരണ്ടല്ലേ? അത് തന്നെ അത് ഊരി. ഇല്ല ബാക്ക് ഊരാൻ പോകും. അതിനെത്ര? സിയറ്റ് ആകുമ്പോഴത്തെ 2,500 സെയിം പ്രൈസ് ആണോ? നല്ല ടയർ തന്നെയാണോ? സിയറ്റ് അല്ലേടാ? സിയറ്റ് 2,500 അല്ലേ? 2,500 നോക്കട്ടെ. പറ്റുമെങ്കിൽ അത് ചെയ്യാം. നോക്കട്ടെ 2,500 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. അതെന്നു അപ്പൊ ടയറൊക്കെ ഊരി. പിന്നെ ടയർ ഊരി. ഇനിയിപ്പോ അത് ഗ്യാസ് വെൽഡ് ചെയ്ത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. 6 പേര് പോയി. സ്പൾബർ ടിഷ്യൂ പേപ്പറിൽ എന്തൊക്കെ വെച്ചൂടാ കാണണ്ട. ടിഷ്യൂ പേപ്പറൊക്കെ ഇല്ല. പക്ഷേ ഇന്നത്തെ മൊത്തം മെഡിക്കൽ സർട്ടിഫിക്കറ്റാ. ഇവിടെ അല്ലേ കാണാം? അത് തന്നെ ഇവിടെ ഒതുക്കി ലാഭമായി. പടിയുണ്ടേ അതിപ്പോൾ അടിച്ച് പോയിട്ട് ശരിയാക്കി. പിന്നെ ഒരു ടയർ മാറിയാലോ എന്നും കൂടെ ഒരു പ്ലാൻ ഉണ്ടാകും. കൂടെ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ടയർ മാറും. അങ്ങനെ ടയർ മാറി പുതിയ ടയർ ഇട്ടേ പോകത്തുള്ളൂ. ഫ്രണ്ട് നോക്കട്ടെ നടക്കില്ലേ അറിയാം. ശരി അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം ഗ്യാസ് വെള്ളിങ് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് ജ്യൂസ് കട ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം. അത് കണ്ടുപിടിച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ട് വരാം. കേട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജ്യൂസ് കട തോന്നുന്നു. ഏത് ആ ജ്യൂസ് കട എന്നല്ലേ? ഒരു കാർ എടുത്താൽ പോവാം. ശരി അങ്ങനെ അലോയ രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് ബെൻഡൊക്കെ മാറി. ഇനി ഇത് കൊണ്ടുവന്ന് നമുക്ക് ടയർ ഇടണം. ഞാൻ എന്തായാലും ഫ്രണ്ട് ടയറും കൂടെ മാറുക. പുതിയ ടയർ ഇടാൻ പോവുക. അതും കൂടെ ഇട്ട് സെറ്റ് ചെയ്യാം.
ടയർ വെച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ടയർ പാലസിലെത്തി. ഇവിടെ നിന്ന് ശരി ബ്രോ. എന്നിട്ട് ഫ്രണ്ടിലത്തെ ടയർ മാറിക്കോ. 1200. നല്ല ലാഭം എനിക്ക്. 5 ബെൻഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ 110. അതെ ശരി. ഇപ്പോൾ ടയറും മാറി, അലോയ് ബെൻഡായി. അലോയുടെ ബെൻഡ് മാറ്റി, ടയർ മാറി, എല്ലാം മാറി. ഇനി തിരിച്ച് വീട്ടിലോട്ട്. ഇനി അവിടെ ചെന്നിട്ട് തിരിച്ച് വണ്ടി പണിഞ്ഞ് തിരിച്ച് സെറ്റാക്കി ഇറക്കണം. അതാണ് അടുത്ത പണി. ഇപ്പോൾ ഇവിടുത്തെ തന്നെ ഇപ്പോൾ ടയർ രണ്ടും അലോയൊക്കെ ബെൻഡ് ചെയ്ത് ഇതാണ് നമ്മുടെ പുതിയ ടയർ. മാറ്റി ഈ 2 ടയർ ഇനി ഇതിനകത്ത് കയറ്റണം. വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രണ്ട് ടയർ ഇടാൻ പോവുകയാണ്. ഞാൻ അപ്പോൾ എന്തായാലും ഒരു ടൈം ലാപ്സിലോട്ട് വരാം. ഓക്കെ. അത് കറക്റ്റ് ലോക്കിലോട്ട് ഇട്ടാലേ വീഴത്തുള്ളൂ. ഇതവിടെ അല്ലേ കറക്റ്റ്. അപ്പുറം നേരെ ആയിക്കോട്ടെ. അപ്പോൾ ഗായ്സ് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് ബാക്ക് ടയർ എങ്ങനെയൊക്കെ എടുത്തിട്ട് ചെയിൻ ലൂസാണ്, പക്ഷേ അത് നമുക്ക് സെറ്റാക്കാം. അതിപ്പം മുറുക്കിപ്പോൾ സെറ്റ് ചെയ്യും. നോക്കാം അതുകൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് ടയർ ഇട്ടതിന് എടുത്തില്ല, ഫ്രണ്ട് ടയറിലോട്ട് പോവുക വണ്ടിയിടാൻ വേണ്ടി. വണ്ടി വെക്കണം. എന്നാ ചോട്ട് ഇത് പിടിച്ചേ. വണ്ടി വെക്കട്ടെ. റെക്കോർഡിംഗ് ആണ്. ക്യാമറമാൻ അല്ലേ? നമ്മൾ ജാക്കി വെക്കുന്നില്ലേ? വണ്ടി നോക്കിയപ്പോഴത്തേക്ക് ടി ടി സൗണ്ട് വീട്ടിലായിരുന്നു. മെക്കാനിക് ഷിനു അണ്ടോടൊപ്പം ഞാനും അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായി ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഇട്ടിരിക്കുന്നു. ഇനി കുറച്ച് പരിപാടികൾ. ബ്രേക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. ബ്രേക്ക് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അത് ഓടിച്ച് നോക്കി അറിയാൻ പറ്റി വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ ഇല്ലയെന്ന്. നിൽക്കുമായിരിക്കും. ഊരിപ്പോയിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതെവിടെ ഇടണ്ടേ? അതിട്ടിട്ട് അതിട്ട് മുറുക്കുന്നത് ഉറപ്പാണ്. അത് ഇപ്പുറത്തായിരുന്നു. ഇത് ബാക്കിലത്തെ നീ പേടിക്കാറ് എങ്ങനെ? ഫ്രണ്ട് ടയറും ഫിക്സ്ഡ്. ബാക്ക് ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാട്ടർ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതിട്ടിട്ട് മുറുക്കാം. ഞാൻ വിളിക്കാം. ഇന്ന് ടാങ്ക് ഊരി കുറച്ച് വൈബ്രേഷൻ ഒക്കെ കുറയ്ക്കണം. അത് ഇച്ചിരി സ്പോഞ്ചൊക്കെ വെക്കാനുള്ള നമുക്ക് ഊരാം. എക്സ്പോർട്ട് ഉണ്ടോ?
ആ അവിടെ ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു വർക്ക്ഷോപ്പ്. ഷിനാർ ഖാൻ്റെയും നിദാൽ ഖാൻ്റെയും വർക്ക്ഷോപ്പ്. അപ്പോൾ ഗായ്സ് അലോയൊക്കെ അടിച്ച് ശരിയാക്കി, ഫ്രണ്ടിൽ പുതിയ ടയറൊക്കെ മാറി, എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ.